മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ വയർ ഹെയർ ബാൻഡിലാണ് ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പോകണം കേട്ടോ. നമ്മുടെ ഈ ഒരു പൂച്ചക്കുട്ടിയും അതുപോലെ തന്നെ ഒരു ഹാർട്ട് ഷേപ്പുള്ള ബീഡ്സും അതുപോലെ നമ്മുടെ പേൾ ഉണ്ടല്ലോ, നോർമൽ വൈറ്റ് പേളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വയർഡ് ഹെയർ ബാൻഡിൽ എൻ്റെ വന്നിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഈ ഒരു മറ്റെന്താ പറയുക ഉള്ളൻ്റെ ഒരു ത്രെഡ് ഉണ്ടല്ലോ അതാണ് ചുറ്റി കൊടുക്കുക കേട്ടോ. എനിക്കിതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ക്യാപ്പും ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബീഡ്സിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, ഗം അപ്ലൈ ചെയ്തിട്ട്. പക്ഷേ ഞാനിതാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല സെക്യൂർ ആയിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാന്നല്ല, അതൊന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ വെച്ചിട്ട് വിടുക കേട്ടോ. അലിഗേറ്റർ ക്ലിപ്പ് അതിലൊന്ന് വെച്ചിട്ട് വിടുക. അതിനുശേഷം നമ്മുടെ ഈ 8000 ഗ്ലൂ വന്നിട്ട് അതിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ മുത്തുകളായിട്ട് അതിലിടുക കേട്ടോ. അതായത് ആ എൻഡ് പോർഷനിൽ അത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എല്ലാവരുടെയും ഗം അപ്ലൈ ചെയ്യണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം അപ്ലൈ ചെയ്താലും മതി. എല്ലാവരുടെയും അപ്ലൈ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ സെയിൽ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് കുറേ പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെയിൽ കിട്ടാൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു സാധനം ഇന്ന് ഉണ്ടാക്കി ഇന്ന് സെയിൽ നടന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഡെസ്പായി ഇരിക്കരുത്. നമ്മൾ വീണ്ടും ഓരോ പ്രൊഡക്റ്റ് ഓരോ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അത് ഓരോ രീതിയിൽ ഫോട്ടോ എടുക്കുക, എല്ലാ സോഷ്യൽ മീഡിയാസിലും പബ്ലിഷ് ചെയ്യുക. ഇന്ന് സെയിൽ നടന്നില്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം അത് സെയിൽ നടക്കും. അത് നടക്കാതെ ഒരിക്കലും എവിടെയും പോകാൻ പാടില്ല. നമ്മൾ നന്നായി ആത്മാർത്ഥമായി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ. ഒന്നാമത് നല്ല രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഏതൊരു കാര്യത്തിലാണെങ്കിലും ഇപ്പം നമ്മുടെ അടുത്ത് നേരിട്ട് വന്ന് കാണുന്നില്ലായിരുന്നു നമ്മുടെ പ്രൊഡക്റ്റ്, അപ്പോൾ ഫോട്ടോയിലൂടെ അവർക്ക് ആ ഭംഗി അത് മനസ്സിലായാലാണ്, ഒരു അട്രാക്ഷൻ തോന്നിയാലാണ് അവർ വാങ്ങിക്കുള്ളൂ. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ കുറേ പൂമ്പാറ്റിയും പൂവായിരിക്കും. അതെന്താണ്, കുട്ടികൾക്ക് കൂടുതൽ അട്രാക്റ്റ് ആവുന്ന രീതിയിലുള്ള കളേഴ്സ്, ഡാർക്ക് കളേഴ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബട്ടർഫ്ലൈ, ബീഡ്സ്, കൊമ്പ്, ചിറക് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. ഇങ്ങനെയൊക്കെ ചെയ്താൽ കുട്ടികളെ കയ്യിലെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണോ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എങ്ങനെയാണോ കാണുന്നത്, ഇല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്ടങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചില കുട്ടികളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇപ്പം നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ കൂടെ കൂടുതൽ കുട്ടികൾക്ക് ഇതുപോലത്തെ പൂച്ചക്കുട്ടികളും പൂവും പൂമ്പാറ്റിയും കുറേ മുത്തു തൂങ്ങി കിടക്കണതും കുറേ ഹാങ്ങിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം സെയിൽ കിട്ടാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ കൂടെ കുറച്ച് കഷ്ടപ്പെടുക കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ഫോം ഷീറ്റ് കുഞ്ഞ് 2 പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ ആ വയറൊന്ന് കവർ ചെയ്യണം. ചെന്ന ഹെയർ ബാൻഡിൻ്റെ ആ വയറൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഫെവി ബോണ്ട് അല്ലാതെ ഈ 8000 വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തത് ഗ്ലൂഗണ്ണാണ്. ഗ്ലൂഗണ്ണ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഫോം ഷീറ്റിലായത് കാരണം തന്നെ പേർന്ന് വരാനുള്ള ചാൻസ് ഒന്നുമില്ല. പക്ഷേ ഈ പൂച്ചക്കുട്ടി പണി പറ്റിക്കുമെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. മിക്കവാറും ഞാനിത് റിമൂവ് ചെയ്തിട്ട് ഈ 8000 ഞാൻ ഒട്ടിക്കിട്ടും. അതാകുമ്പോൾ പേർന്ന് വരാനുള്ള ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഇത് പൂച്ചക്കുട്ടിയും പ്ലാസ്റ്റിക്കാണ്. നമ്മുടെ ഗ്ലൂഗണ്ണും വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ടെസ്റ്റർ പോലെ ഉള്ളത് കാരണം തന്നെ അത് റിമൂവ് ആയി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പൂച്ചക്കുട്ടീൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബ്ലൂ കളർ ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് അവിടെയൊക്കെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊക്കെ അതായത് അത് തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാർട്ട് ഷേപ്പിൻ്റെ അവിടെയൊക്കെ ഗം അപ്ലൈ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വേറെ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഒരു സൈഡ് ഫുള്ള് ഹാർട്ട് ബീറ്റ് ഷേപ്പിലാക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ ചെയ്യണമെങ്കിൽ വേറെ ഏതെങ്കിലും ഷേപ്പിൽ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ബീഡ്സ് മാത്രം അവൈലബിൾ ആയതുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു മോഡൽ ചെയ്യുന്നത്. ഇതെനിക്ക് ഓർഡർ വന്നൊന്നുമല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും എൻ്റെ മക്കൾക്കാണ് പോകാറ്. അവർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് കളർ പോകുന്നുണ്ടോ, എന്തെങ്കിലും ഡാമേജ് പറ്റുന്നുണ്ടോ എന്ന് നോക്കാറുണ്ട്. ചിലതൊക്കെ ഇവരുടെ കയ്യിലിരിപ്പ് കാരണം കേടുവരുന്നല്ലാതെ ഞാൻ ചെയ്തതിൽ ഇതുവരെ അങ്ങനെ ഒരു മിസ്റ്റേക്കും വന്നിട്ടില്ല. പിന്നെ ചിലതൊക്കെ ചിലപ്പോൾ ഒട്ടാതെയും ഇല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് ചിലതൊക്കെ അങ്ങനെ പേർന്ന് വന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ റിപ്പയർ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ, ഞാൻ സർവീസും ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് കുറേ കസ്റ്റമർ എനിക്ക് ഭയങ്കര സപ്പോർട്ടുമാണ്, അങ്ങനെ ഇപ്പോൾ പേർന്ന് വന്നാലും ഞങ്ങൾ ചെയ്തോളാം അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട്. എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫാമിലിയിൽ നിന്ന് മാത്രമല്ല വെളിയിൽ നിന്ന് ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ധൈര്യം ഒരു ഊർജ്ജം കൂടും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒട്ടിപ്പിക്കാതെ വിടാനുള്ള കേട്ടോ, നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഒരു മോട്ടിവേഷൻ കൂടിയാവും കേട്ടോ അത്. അപ്പോൾ ഫൈനൽ റിസൾട്ട് വേണ്ടിയിട്ട് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും